ദർശന, ഞാൻ ഫ്രണ്ട്സിനോട് പുറത്ത് വിട്ടേ. അവിടെ പെണ്ണുങ്ങളുണ്ടാവോ? പിന്നെ ജഗദീഷ്, നീ ഫ്രണ്ട്സിനോട് പറഞ്ഞേക്ക് എനിക്ക് ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. കുറച്ച് ഫാമിലി കമ്മിറ്റ്മെന്റ്സ് എമർജൻസി ഒക്കെ ഉണ്ട്. അവന്മാർ ചോദിച്ചാൽ പറഞ്ഞാൽ മതി, എനിക്ക് കുടുംബകാര്യങ്ങളൊക്കെ ഇല്ലേ. ശരി. ചേട്ടാ എവിടെ പോവാ? ഞാനൊന്ന് മൂന്നാർ വരെ പോയിട്ട് വരാം. മൂന്നാറാ? ഇപ്പോഴാ? ഞാൻ പറയണ്ടേ? നീ ഞാൻ ബാഗൊന്നും പാക്ക് ചെയ്തില്ല. ഡ്രസ്, മേക്കപ്പ് ഒക്കെ അതൊക്കെ എടുക്കണ്ടേ? ഈ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ആരുടെ മൂന്നാറ് പോണത്? ഞാൻ പെടുക്കാൻ പോവാടി. എന്ന് സമാധാനമായിട്ട് മൂത്ത് കഴിക്കാൻ. ആ പള്ളി എന്തിട്ടല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതാണ് ചൂലെവിടെ? അല്ല, ഇത്രയും മുതുക്കനായില്ലേ? തിരിച്ച് ആ പല്ലിയെ കണ്ട് ഞാൻ അങ്ങ് പേടിച്ചു. എനിക്കൊരു കാര്യം തരൂ? ശരിയാ, എന്റെ നല്ല ജീവനം പോയി. അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇതിനടുത്ത് പറഞ്ഞ ഇത്ര മുതുക്കായില്ലേ, ഇപ്പൊ എടുത്ത് കഴിക്കണം. ധാരണ വഴി കൊണ്ടുവച്ചത്. ദർശന, ദർശന എന്റെ തോടോ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പ്രായമൊക്കെ ഞാൻ എവിടെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കണം. നീ ഒന്ന് തടവിത്താടി. എന്റെ മൂക്ക്, എന്റെ തോട. എടി, നീ മുതുക്കത്തിയല്ലേ? നോക്കിയ കണ്ടും കയറാത്തത് ശിവപടല്ലേ? അല്ല, ഞാൻ ഇതിനൂടെ സഹായിക്കുന്നത്. ഇത് എവിടെ പോ റെഡി ആയിട്ടിരിക്കോ? ഞാൻ അറിഞ്ഞു, ചെയ്തോണ്ടിരിക്കുന്ന പ്രൊജക്ട് സക്സസ് ആയില്ലേ. നമുക്കൊന്നത് സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ പുറത്ത് ഡിന്നറിനൊരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ ഇത്രയും നന്നായിട്ട് നോക്കുന്ന വേറൊരാള്. പിന്നെ നമുക്കൊരു കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കണ്ടേ? ഒരു കുഞ്ഞ്. നമ്മൾ അതിന് റെഡിയാണോ ശിവ? ടൈമിങ് ശരിയാണോ? റെഡിയാ, 100%. എന്നെ തന്നെ നീ ഒരു കൊച്ചു കുട്ടിയായിട്ടല്ലേ നോക്കുന്നത്? ഞങ്ങളുടെ ഓഫീസിൽ അനൂപ. എനിക്കറിയായിരുന്നു. ആഹാ, ഇത്ര മടി പാടില്ലേ? നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിച്ചില്ലേ? ശിവ, ഇതിപ്പോ കൊറേ മാസമായില്ലേ, ഒരു റിസൾട്ട് ഇല്ലല്ലോ. നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? ഡോക്ടറിനെ കാണിക്കാറൊന്നും ആയിട്ടില്ലടോ. പിന്നെ ദൈവം നമുക്കൊരു കുഞ്ഞിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മളെടുത്ത് വരും. എന്തിനു നമ്മൾ അതിനിങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന? ടെൻഷൻ അടിക്കാതെ. പിന്നെ നിനക്ക് എന്നെ നോക്കാൻ തന്നെ ഇവിടെ സമയം തികയുന്നില്ലല്ലോ. ഞങ്ങൾ എത്ര തവണ പറഞ്ഞാടാ ശിവ, നല്ല സ്റ്റേബിളായിട്ടുള്ള ഏതെങ്കിലും ജോലിക്ക് കയറാൻ. നീ അപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോയി, എടുത്ത പടങ്ങളങ്ങ് ഫ്ലോപ്പുമായി. ഒടുവിലൊരു കോർപ്പറേറ്റ് ജോലിക്ക് കയറേണ്ടി വന്നില്ലേ?
നീ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം തൊട്ടേ പറഞ്ഞതല്ലേ പല എഞ്ചിനീയറിങ്ങിനോ ഡോക്ടറിനോ പോവാൻ. അന്ന് അവൻ എന്തായിരുന്നു? ഇപ്പൊ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങി അങ്ങ് ഒലത്തി കളയുന്നതായിരുന്നില്ലേ? ഇപ്പൊ എന്തായി? നിന്റെ കൂടെ പഠിച്ചവന്മാരൊക്കെ അങ്ങ് US-ലും UK-ലും പോയി സെറ്റിലായി. നീ ഇപ്പൊ തുഴഞ്ഞോണ്ടിരിക്കുമ്പോ തുഴച്ചിലുണ്ടല്ലോ, അത് എവിടെ പോയി എത്തുമെന്ന് ആർക്കറിയാം? നിനക്കെങ്കിലും സുഖമാണോ? രജിത്തേട്ടാ, ചേട്ടൻ പറഞ്ഞതൊക്കെ ഞാൻ അകത്തിരുന്ന് കേൾക്കണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞില്ലേ ശിവയുടെ കുറെ പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. അതിന്റെ പുറകില് ഓരോ കാരണങ്ങളുണ്ട്. അത് അനീനെ വിളിച്ചിരുത്തുന്ന സംസാരിച്ചെങ്കിൽ അതൊക്കെ മനസ്സിലായാനെ. നിങ്ങളുടെ ആരുടെയും സപ്പോർട്ടില്ലാണ്ട് പുള്ളി ഇതുവരെ എത്തിയെങ്കിലേ അത് ആളുടെ മാത്രം കഴിവുകൊണ്ടാ. ഞാനിപ്പോഴും പറയണത് ഇനിയും പുതിയ സിനിമകൾ ചെയ്യാനാ. അതിനുവേണ്ടി ഈ ജോലി കളഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഓ, അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ, എന്താ ട്രൈ ചെയ്യുന്നില്ലേ? സത്യം പറ ദർശനെ, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ? അതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. പിന്നെ നീ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യത്തെ. അതൊന്നും ശിവേട്ടന് താല്പര്യമില്ല. ദൈവം എപ്പോൾ തരുന്നോ ആ സമയത്ത് മതിയെന്ന് പറഞ്ഞിട്ടാ ശിവേട്ടരീന. എന്റെ ദർശു, അവന് വട്ടാണ്. നീ ഞാൻ പറയുന്നത് കേക്ക്. നീ ഒറ്റയ്ക്ക് പോയി ചെക്ക് ചെയ്യേ. നിന്റെ സൈഡ് ഓക്കെ ആണെന്നെങ്കിൽ നമുക്ക് അറിയാലോ. അതെ, നാളെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട് വരെ ഒന്ന് പോകും. എപ്പോ? ഒരു രാവിലെയൊക്കെ ആകുമ്പോൾ. ഞാൻ കൊണ്ടാക്കണോ നിന്നെ? വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. സൂക്ഷിച്ചു പോയിട്ടോ. പിന്നെ ക്യാഷ് വേണമെങ്കിൽ എൻ്റെ പേഴ്സ് എടുത്തു. ആ പറ ദർശു. ചേച്ചി, റിപ്പോർട്ടൊക്കെ വന്നു. എനിക്കാ പ്രശ്നം. ആ നീ കരയാതെ ദർശു, സമാധാനമായിട്ടിരിക്കുക. ഇത് ശിവേട്ടനോട് ഞാൻ എങ്ങനെയാ ചേച്ചി പറയാ? ഏയ്, നീ ഇതിപ്പോ അവനോടൊന്നും പറയണ്ട. അവ അറിഞ്ഞാലേ നിന്നെ വേണ്ടാന്ന് വെച്ചാലോ. ഞാൻ പറയുന്ന നീ കേക്ക്. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. ഓ, അന്ന് എന്തായിരുന്നു എന്റെ ചേട്ടൻ ഇച്ചിരി അവനെ ഉപദേശിച്ചപ്പോ അവൾക്ക് പിടിച്ചില്ല. ഞാൻ ചേട്ടനെ ഇത് ചൂടോടെ അറിയിക്കട്ടെ. ചേട്ടാ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ ദർശുവിൻ്റെ അവിടെ പോയപ്പം അവളുടെ അടുത്ത് ഒറ്റയ്ക്ക് പോയി ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞത്. അവള് ചെക്ക് ചെയ്ത് കുഴപ്പം അവക്കാ. അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ അവൻ്റെ അടുത്ത് പറയണ്ടെന്ന്. ചേട്ടാ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ദർശനം, എന്തു പറ്റി മുഖത്തിനൊരു വാട്ടം? ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്കേ ഒരു ട്രൂത്തുള്ള കളിക്കാം. ഇന്ന് വേണ്ട ശിവ, എനിക്കൊരു മൂഡില്ല. 1-2 റൗണ്ട് കളിക്കാമെന്ന് നോക്കി മൂഡൊക്കെ സെറ്റാക്കി എടുക്കാം. ട്രൂത്തുള്ള ട്രൂത്ത് ചോദിക്കും. നീ എന്നെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ, ഇടയ്ക്ക് ഞാൻ നിന്റെ ബ്രഷ് മാറി പല്ല് തേക്കാറുണ്ട്, മറന്നു പോയിട്ട്. അത്രേ ഉള്ളൂ. ശരി, അടുത്ത റൗണ്ട്. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. എൻ്റെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? നീ എന്നെ നോക്കുന്ന രീതി, നീ എനിക്ക് വേണ്ടി ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെ എന്നെ കെയർ ചെയ്യുന്ന രീതി. അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ നോക്കാമല്ലോ. ഇതുകൊണ്ട് മാത്രം നാളെ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോയില്ലെന്ന് എന്താ അത്ര ഉറപ്പ്? അടുത്ത റൗണ്ട് കളിക്കാം. ട്രൂത്തോടായിരുന്നു. ട്രൂത്ത്. എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. Your turn. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ദർശന, നിനക്ക് എൻ്റെ അടുത്തുനിന്ന് എന്തറിയണമെങ്കിലും നീ ചോദിക്കുക. ശിവ, നമുക്കൊരു കൊച്ചുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ നീ എപ്പോഴത്തെ പോലെ എന്നെ സ്നേഹിക്കുമോ? എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമോ? നിനക്കെന്താ തോന്നുന്നത്?
എനിക്ക് ഈ ഉത്തരമല്ല വേണ്ടത്. എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ താ. എനിക്കറിയാം ദർശന, ഡോക്ടർ പറഞ്ഞ എല്ലാം എനിക്കറിയാം. ആ രജിത്തേട്ട എന്നെ വിളിച്ചിട്ടെല്ലാം പറഞ്ഞു നമുക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ. നിനക്കറിയായിരുന്നോ? ഇന്ന് അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു. നിന്റെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് നീ മുഖവും വീർപ്പിച്ചിവിടെ ഇരിക്കുന്നതാണ്. ദർശന, കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും, പക്ഷേ നീ ഇല്ലാതെ എനിക്കൊരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമല്ലടാ. നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എടാ, ജീവിതം നമുക്കെല്ലാം തരില്ല, പക്ഷെ കിട്ടിയത് അത് നമ്മൾ താലോലിക്കണം. നീ എപ്പോഴും എൻ്റെ കുട്ടിയായിരിക്കും, ഞാൻ നിൻ്റെയും. ഈ കുടുംബക്കാരുടെ പ്രശ്നമൊന്നും നമ്മൾ കാര്യമാക്കണം. എടോ, നാളെ എപ്പോഴെങ്കിലും ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നിയാലേ നമുക്ക് ദത്തെടുക്കാണോ? ഹലോ, അവൻ്റെ അച്ഛൻ വിളിക്കുന്നു. അതെ, സ്പീക്കറിലിട്ട് എന്നെ കുറിച്ച് പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞേക്കട്ടെ.